ഇതിഹാസത്തിന്റെ പുറഞ്ചട്ടയിൽ കൊടുത്തിട്ടുണ്ട്. മലയാളത്തിലെ സാഹിത്യങ്ങളെ നിരൂപിക്കാമെങ്കിൽ അതിലൊരു വരക്കാവുന്നെങ്കിൽ ആ ഖസാക്കിന്റെ ഇതിഹാസത്തിന് മുമ്പും പിമ്പും എന്നാണ് പറയേണ്ടത്. ലോക ചരിത്രത്തിന്റെ ഗതി മാറ്റിയത് കുരിശ് സംഭവമാണെങ്കിൽ അതുപോലെ മലയാളത്തിന്റെ ഗതി മാറ്റിയത് ഈ ഖസാക്കിന്റെ ഇതിഹാസമാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ ഖസാക്കിന്റെ ഇതിഹാസത്തിലെ കഥ? അച്ഛന്റെ ഭാര്യ അഥവാ ഇളയമ്മയെ അച്ഛനറിയാതെ പ്രാപിക്കുന്ന അഗമഗമനത്തിന്റെ വൃത്തികെട്ട കഥയാണ് അത്. ഞാൻ വിശദീകരിക്കണില്ല, റമളാനാണ്, മഹാന്മാരൊക്കെ ഇരിക്കുന്ന ഒരു സദസ്സുമാണ്, വിശദീകരിക്കുന്നു. എന്താണത്? ആരെ കഥ? എന്താ MTയുടെ അസുരവിത്ത്, MTയുടെ കാലം, എന്തൊക്കെയുള്ള അർത്ഥം? തമ്മാടിത്തരങ്ങളുടെ കൂത്തരങ്ങ്. എന്താ തകഴി ശിവശങ്കരപ്പിള്ളയുടെ ചെമ്മീൻ, എന്താണ് കയർ ചെമ്മീൻ, എന്തൊക്കെയാ? കറുത്തമ്മയുടെയും പരീക്കുട്ടിയുടെയും പാട്ടുപാടിയിട്ട് മലയാളികൾ നാവ് തേഞ്ഞിട്ടുണ്ട്. തമ്മാടിത്തരത്തിന്റെ വസ്ത്രാക്ഷേപമാണ് ഇതൊക്കെ എന്ത് ആവിഷ്കാരമാണ് അക്കാലഘട്ടത്തിൽ? എന്താണ് ചെമ്മീനിലെ പ്രധാനപ്പെട്ട കഥ? എന്താ? ഒരു കരിക്കുട്ടിയും കറുത്തമ്മയും കൂടി പ്രേമിക്കുക, എന്നിട്ട് അവർ രണ്ടാളും ആത്മഹത്യ ചെയ്ത് കടൽ മുനമ്പിൽ കിടക്കുന്ന ചിത്ര. ഇത് പതിറ്റാണ്ടുകളോളം ഇങ്ങനെ പരസ്പരം പ്രേമിച്ച മലയാളി യുവാക്കളെ ആത്മഹത്യ ചെയ്യിപ്പിച്ചില്ല ഈ കേരളത്തിൽ. എന്ത് നേട്ടമാണ് ഈ ഇവർക്കാണ് നമ്മൾ ജ്ഞാനപീഠം നൽകിയിട്ടുള്ളത്. ഒന്ന് എണീറ്റ് നിൽക്കണമെങ്കിൽ 4 ഗ്ലാസ് കള്ള് കുടിക്കാതെ എണീറ്റ് നിൽക്കാൻ കഴിയാത്ത ഇമ്മണി വലിയ സാഹിത്യ നായകന്മാരായ ഇമ്മണി വലിയ ജ്ഞാനപീഠം ജേതാക്കളുടെ നാടാണ് കോഴിക്കോട്. ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കണില്ല. ജ്ഞാനപീഠം ജേതാക്കന്മാർ എണീറ്റ് കിടക്കി കള്ളു കുടിക്കണം. 4 ഗ്ലാസ് കള്ളു കുടിച്ചാലേ മര്യാദയ്ക്ക് എണീക്കാൻ കഴിയുള്ളൂ. കോഴിക്കോട്, ഈ കോഴിക്കോട്ടുണ്ടല്ലോ ജ്ഞാനപീഠ നേതാക്കന്മാർ. ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ എല്ലാവരും ചിന്തിക്കണം ഈ കാര്യം. കവികളും സാഹിത്യകാരന്മാരും അവർക്കില്ലാത്ത ഒരു നന്മ എങ്ങനെ സമൂഹത്തിന് പഠിപ്പിക്കാൻ അവർക്ക് കഴിയും? അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ദീൻ. ഞാൻ ആരെയും വില കുറക്കുകയല്ല, പക്ഷേ താങ്കളിലേക്ക് ഒന്ന് മടങ്ങിപ്പോകുന്നത് നന്നായിരിക്കും. ഇന്നത്തെ ആധുനിക കലകളിൽ നിന്നും ആധുനിക സാഹിത്യങ്ങളിൽ നിന്നും ഒന്നും നേടാൻ നമുക്ക് കഴിയില്ല എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. പെങ്കിൻ പ്രസിദ്ധീകരിച്ചതാ മലയാളത്തിലെ പ്രധാനപ്പെട്ട നോവലായ ധർമ്മപുരാണം. അടിയന്തരാവസ്ഥയുടെ കഥയുടെ തുടക്കം തന്നെ എങ്ങനെയാ? ധർമ്മപുരിയിൽ ശാന്തിഗ്രാമത്തിൽ പ്രജാപതിക്ക് തൂറാൻ മുട്ടി എന്ന ആദ്യത്തെ വാക്ക്, ഫസ്റ്റ് സെന്റൻസ് അതാ. പെൻകിനെ പ്രസിദ്ധീകരിച്ചത് ധർമ്മപുരാണം, OV വിജയന്റെ ധർമ്മപുരാണം. എന്നാൽ അയാൾ വ്യത്യസ്തനാ. കാളിദാസിന് ശേഷം ഇന്ത്യ കണ്ട ജീനിയസ് എന്ന പിശുക്കനായ M കൃഷ്ണൻ നായർ വരെ അയാളെ പറ്റി പറഞ്ഞത്. അയാളെ കഥ എന്താ? ഒന്നാമത്തെ വാക്കാ ധർമ്മപുരാണത്തിലെ ഫസ്റ്റ് സെന്റൻസ് ആണിത്. ധർമ്മപുരിയിൽ ശാന്തിഗ്രാമത്തിൽ പ്രജാപതിക്ക് തൂറാൻ മുട്ടി എന്നാണ് ആദ്യത്തെ വാക്ക്. അപ്പൊ ചുരുക്കത്തിൽ ഇങ്ങനെയാണ് ഈ നോക്കൂ നിങ്ങൾ, ഇങ്ങനെയുള്ള തമ്മാടിത്തരത്തിന്റെയും, അത് കാനമാണെങ്കിലും മൊയ്തൂപ്പടിയത്താണെങ്കിലും അല്ലെങ്കിൽ മുട്ടത്ത് വർക്കിയാണെങ്കിലും ജോണാലുങ്കലാണെങ്കിലും നമ്മുടെയൊക്കെ വീട്ടിലെ മങ്കമാരുടെയൊക്കെ അവരുടെയൊക്കെ കിടപ്പറകളെ മനോഹരമാക്കിയ ആളുകളെ പേരാണ് ഇവിടെ. റളിയല്ലാഹു അൻഹു, ബദരീങ്ങളെ പേര് പറഞ്ഞാൽ വരെ റളിയല്ലാഹു അൻഹു എന്ന് പറയാത്ത മലപ്പുറത്തെയും കോഴിക്കോട്ടെയും മാപ്പിള പെണ്ണുങ്ങൾ ഇവരെ പേര് പറഞ്ഞാൽ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നു എനിക്ക് തോന്നുക. കാരണം അവരെയൊക്കെ കിടപ്പറ, ഈ ദൃശ്യമാധ്യമങ്ങൾ രംഗം കൈയടക്കുന്നത് വരെ ഇവരെയൊക്കെ കിടപ്പറകളെ സജീവമാക്കിയ നോവലിസ്റ്റുകാരായിരുന്നു. ആരാണെങ്കിലും ഏതാണെങ്കിലും സാഹിത്യ നായകന്മാർ പലരുണ്ടല്ലോ ഇവിടെ. പുനത്തിൽ കുഞ്ഞബ്ദുള്ള ആരാണെങ്കിലും ആരെ പരിശോധിച്ച് നോക്കൂ. നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന ഈ കാലഘട്ടത്തിൽ അതാരാണെങ്കിലും മുസ്ലിം നാമധാരികളാകട്ടെ അല്ലാത്തവരാകട്ടെ, വസ്ത്രാക്ഷേപത്തിന്റെയും തിന്മയുടെയും തമ്മാടിത്തരത്തിന്റെയും കഥകളാണ് അവർ ലോകത്തോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അപ്പൊ ചുരുക്കത്തിൽ ഈ പിശാചുക്കളായിരുന്നില്ലേ സത്യത്തിൽ നമ്മളെ കിടപ്പറകളെ സജീവമാക്കിയിരുന്നത്? അങ്ങനെയുള്ള ഇതില്ലാത്ത മലപ്പുറത്തൊരു പെണ്ണ് ഉപ്പും മുളകും വാങ്ങാൻ പോയ കുട്ടിയോട് ഒരു പൈങ്കിളി നോവൽ വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി അന്നിറങ്ങിയ ഏതുപോലെ പലജാതി വാരികകളുണ്ടല്ലോ. ഈ പൈങ്കിളി ചില വാരികകളുടെ മാറ്റം തന്നെ 15-18 തുടർക്കഥയാ, തുടർ നോവല്. എല്ലാ തുടർ നോവലും ഒരു പ്രധാനപ്പെട്ട പോയിന്റിൽ കൊണ്ടുപോയാണ് അങ്ങോട്ട് നിർത്തുക. ഏതോ ഒരുത്തൻ വന്നിട്ട് ഒരുത്തിയുടെ റൂമിൽ കയറി വാതിലടച്ചു എന്നിരിക്കും മിക്കവാറും ഒക്കെ എല്ലാ. പിന്നെന്താണ്? പിന്നെ അടുത്ത വഴി ആ വാതിൽ തുറന്നവൻ പുറത്തു പോയി എന്നുണ്ടാവും. ഇനിയിപ്പോ അടുത്ത വാതിൽ എപ്പോഴാ അടക്കാന്നാ പിന്നെ ചിന്തിക്കണത്.
പിന്നെ ഈ ഒരാഴ്ച വാതിലടക്കുന്ന കാര്യം ആലോചിച്ചിട്ട് പിന്നെ എന്തൊക്കെയാണ് ഒരാഴ്ച കഴിഞ്ഞില്ലല്ലോ, എന്തെന്നിപ്പോ ആ വാതിലിനുള്ളിൽ നടന്നിട്ടുണ്ടാവുക എന്ന് ആലോചിച്ചിട്ട് ഈ നമ്മളെ ആരെന്നറിയോ, നമ്മളെ അൽ മർഅത്തു സ്വാലിഹാന്ന് വിചാരിക്കണ നമ്മളെ വീട്ടിലെ പെണ്ണുങ്ങളെ കഥയാ പറയണത്. ഈ പെണ്ണുങ്ങൾ പോലും ഉപ്പും മുളകും വരാൻ അയച്ച കുട്ടി ഈ നോവൽ വാങ്ങിക്കൊണ്ടുവന്നില്ല എന്നതിന്റെ പേരിൽ വീട്ടിന്റെ മുന്നിലുള്ള തെങ്ങിൽ കെട്ടിയിട്ട് അടിച്ച ഒരു സംഭവം ഒരിക്കൽ പത്രത്തിൽ വായിച്ചതായി എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഇങ്ങനെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് മാറ്റം ഉണ്ടായിട്ടുണ്ട്. മാറ്റം ഉണ്ടാവൽ നന്മയിലേക്കല്ല,